നമ്മുടെ ശൈത്യം ഉണ്ടല്ലോ, എന്തൊരു മാനിപ്പുലേഷനാണ് ശൈത്യ. ഏ കൊള്ളാലോ, അടിപൊളി മാനിപ്പുലേഷനാണ് കേട്ടോ. അതായത് നമ്മുടെ ആദിലയുടെ അടുത്ത് കുറെ നേരമായിട്ട് പറയുന്നുണ്ട്. ആദിലയുടെ ഒക്കെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല, ശരി ആര് തെറ്റാര് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവര് ആകെ കൺഫ്യൂസ്ഡ് ആണ്. ആദിലയും നൂറയൊക്കെ ആരുടെ ഭാഗത്ത് ശരിയെന്ന് അറിഞ്ഞൂടാതെ, അത് ഭയങ്കര ഒരു മോശമാണ്. നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ശരിയും തെറ്റും. അത് ആദിലയുടെ ഭാഗത്തൊരു വീഴ്ച തന്നെയാണ്. എങ്കിൽ പോലും ആദില കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവര് ഈ നമ്മുടെ ശൈത്യമായിട്ട് പറയാണ്, ശരിക്കും പറഞ്ഞാൽ അവൾ ഇത്രയും കാലം എന്നെ കരുവാക്കുകയായിരുന്നു. ഈ നമ്മുടെ അനുമോളെ ഇത്രയും കാലം അവൾ എന്നെ കരുവാക്കായിരുന്നു. അതായത് അവള് ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് അച്ഛൻ അമ്മ ഇമോഷൻസ് ഒക്കെ ഇട്ടു കൊടുക്കായിരുന്നു. എനിക്കിതൊന്നും മനസ്സിലായില്ല. അന്ന് ആ മൊണ്ണേന്ന് വിളിച്ചില്ലേ, അത് എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ അതിലങ്ങ് പെട്ടുപോയതാണ് ആ വീഡിയോ വന്നപ്പോൾ. എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. അയ്യോ പാവം എൻ്റെ പൊന്ന് ശൈത്യേ, നമ്മളിതൊക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ പാടുണ്ടോ? മൊണ്ണേന്ന് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് അവളെ കൈ കിട്ടിയാൽ എനിക്ക് വല്ലാണ്ട് ചൊറിഞ്ഞു വരുന്നു എന്നും പറഞ്ഞ് ജിസേലിനെ കുറിച്ച് കലിപ്പിറക്കിയ ആളാണ് നമ്മുടെ ശൈത്യ. ആ വീഡിയോ ഒക്കെ അവിടെ കിടപ്പുണ്ടേ. പുറത്തിറങ്ങിയിട്ട് ശൈത്യം ഒന്ന് കാണണം കേട്ടോ. വെറുതെ വന്നിരുന്ന് നമ്മൾ പറയല്ല, ഉള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ ആ ശൈത്യ പറയാണ്, മൊണ്ണേന്ന് വിളിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല, ഞാൻ അങ്ങ് കരുവായി പോയതാണ്. എന്നാ പിന്നെ ശൈത്യ ഈ പണിക്ക് വരരുത്. ആർക്കെങ്കിലും ഒക്കെ കരുവാകുന്ന ഒരാളാണെങ്കിൽ ഈ പണിക്ക് പറ്റിയ ആളല്ല. ബിഗ് ബോസിലേക്ക് പറ്റിയൊരു മെറ്റീരിയലേ അല്ല. സ്വന്തമായിട്ട് നിലപാടും അഭിപ്രായം ഇല്ലാതെ ആരുടെയെങ്കിലും കരുവാകുന്ന ആളാണെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ഞാനോത്തോട്ട് പോയത്. ശൈത്യയുടെ ഡബിൾ സ്റ്റാൻഡ് ഗെയിം അടിപൊളി. ചുമ്മാതല്ല ഇന്നലെ നമ്മുടെ ജിഷൻ കട്ടപ്പയെന്ന് വിളിച്ചത്. കാര്യം അനുമോളുടെ ഭാഗത്ത് പല വിഷയങ്ങളിൽ തെറ്റുകളും ശരികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ ശൈത്യയെ ഒരിക്കൽ പോലും അനുമോള് ചതിച്ചിട്ടില്ല. പക്ഷെ ശൈത്യ കൂടെ നിന്ന് കാലു വാരിയത് എത്രയോ സന്ദർഭങ്ങളിലാണ്. ഇന്നതാ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീണ്ടും പറയുന്നു, ആ മൊണ്ണ എന്ന് വിളിച്ചപ്പോൾ ഞാൻ നിഷ്കുവായിരുന്നു അത്രേ. കണ്ടുകൊണ്ടിരുന്ന നമ്മളെല്ലാം പൊട്ടനാ. എന്തായാലും കൊള്ളാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.